അണ്ണനെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന അണ്ണൻ ഇവിടെ ഓഡീഷൻ വന്നാണ്. ഓഡീഷൻ ഇതുവഴി ഇങ്ങാണ്ട് പോയപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പാടിക്കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പോവും. അത് ആര്യനാ പറഞ്ഞു. അല്ല നീയാ പറഞ്ഞു. അല്ല അത് ആര്യം പറഞ്ഞതാ. അതെന്റെ ആക്കി മാറ്റുന്നേ. ആര്യന്റെ ഞാൻ വെച്ചല്ലേ. സോറി കേട്ടോ അണ്ണ. ആര്യന്റെ ഡയലോഗാ. ആര്യന്റെ ഡയലോഗിന്റെ ക്രെഡിറ്റ്സ് ആര്യന് കൊടുത്താൽ മതി. ആര്യനെ അത്ര പിടിക്കണില്ല. ഈ റിമിയുടെ കേസില് ഈ ആര്യനും ഇവനുമാണ് കോമ്പറ്റീഷനാ. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും എന്റെ മനസ്സിലെ സ്ഥാനത്തിന് ഏറ്റക്കുറച്ചിൽ വരുന്നത്. വിശ്വസിക്കാൻ കൊള്ളൂല. കോമ്പറ്റീഷനൊന്നും വേണ്ട, രണ്ടാളും തുല്യ. അങ്ങനെ അത് ഞാൻ തീരുമാനിക്കണം. മഹാമനസ്കത. ഇതെല്ലാം കേട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആരാത്? ആര്യൻ. ആര്യന്റെ മുഖത്ത് അത് പറയുമ്പോ ആര്യനാണ് എന്റെ ചക്കര. ഇനി വേറൊരു കാര്യം പറട്ടെ, അണ്ണനും ഇവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടോ എനിക്ക്. ആര്യൻകുട്ടാ, എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ? റിമി മോളെ എന്നൊക്കെ നമ്മള് വിളിച്ചു തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കല്ലായിരുന്നേ. അങ്ങനെ വിളിച്ചിട്ടുണ്ടോന്ന് വരെ ചോദിച്ചു. ആര്യൻകുട്ടൻ വിളിച്ചിട്ടില്ലല്ലോ എന്ന് വരെ ചോദിച്ചു. പണ്ണനാണ് സ്കോർ ചെയ്ത് നിക്കുന്നേ. ഒന്ന് വിളിച്ചേ കേക്കട്ടെ. അതെ. റിമി മോളെ. ഈ സ്നേഹമൊക്കെ അറിയാൻ ഒത്തിരി വൈകിപ്പോയി. ഇതില് ആരുടെ വിളിയിലാണ് കൂടുതലായിട്ട് അലിഞ്ഞു പോകുന്നത്? അണ്ണന്റെ ഒരു സ്പെഷ്യൽ വിളി അത്. എടാ നീ നിന്റെ സ്വന്തമായ ശൈലിയിൽ എന്തെങ്കിലും വിളി. ഈ റിമിമോൾ ഓൾറെഡി പോയി, വേറെ എന്തെങ്കിലും പേര് ഇന്ന് ആലോചിച്ചിട്ട് വിളിക്കേട്ടാ. മുൻകോപക്കാരി. അത് നമ്മുടെ പെർഫോമൻസ് ഓർത്തിട്ട് പറഞ്ഞ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലോട്ട് കിടക്കാം. അതെ മീനുട്ടി, അപ്പൊ ആരാണ് വരുന്നത്? റേഞ്ചേട്ടന് ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. ലിറ്റിൽ ഏഞ്ചലാണ് വരാൻ പോകുന്നത്. ആണോ? ആണ്. ലിറ്റിൽ ഏഞ്ചലാണ്. എന്നാ എനിക്കൊരു സാധനം എടുത്തോണ്ടാണ്ട് പുതിയതായി നമ്മൾ ഇൻവെന്റ് ചെയ്ത ഒരു പുതിയ കുതിരയാക്കാതിരിക്കാൻ വേണ്ടി. ഞാനിവിടെ എന്തൊക്കെ ആവണെന്ന് എനിക്ക് തന്നെ പിടുത്തില്ല. അപ്പൊ MG സാർ എനിക്ക് വേണ്ടി എന്റെ ദയനീയാവസ്ഥ കണ്ട് ഒരു കുതിര ഇറക്കി. ഇനി വരട്ടെ, പിള്ളേര് വരട്ടെ. ആനപ്പുറത്ത് കാരണം കുതിര. എനിക്ക് ഈ കുതിര വേണ്ട, എനിക്ക് ആ കുതിര മതി എന്ന് പറഞ്ഞാലോ. പൊട്ട കുതിരയാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.